നിങ്ങളിപ്പോഴും ഈ മുട്ടയുടെ ഉണ്ണി ഉപയോഗിക്കാതെ വെള്ളം മാത്രമാണ് കഴിക്കുന്നത്. അത് നിങ്ങൾ ഈ എഗ് യോക്കിനെ പേടിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗെയിൻസിനെ കില്ല് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ കാശ് വേസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ യു മൈറ്റ് ബി ലാക്കിങ് എ ലോട്ട് ഓഫ് ന്യൂട്രിയൻസ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദം. അപ്പോൾ എന്താ സംഭവം ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ എഗ്സിനെ പോലെ ഇത്രയും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇല്ല. ബിക്കോസ് ഇത്രയും ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഒരു ചീപ്പായിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് വേറെ ഒന്നുമില്ല. ഈ എഗ്ഗിൻ്റെ യോക്കിൻ്റെ അകത്താണ് അതിൻ്റെ എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇരിക്കുന്നത്. നമ്മളൊരു എഗ്ഗ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രോട്ടീനും ഫാറ്റും പിന്നെ നമുക്ക് വേണ്ട എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസും ലൈക്ക് വൈറ്റമിൻ എ, ബി, അതുപോലെ തന്നെ കോളിൻ, സെലീനിയം, ഇതെല്ലാം എഗ്ഗിൻ്റെ അകത്തുണ്ട്. ബട്ട് മോസ്റ്റ്ലി ഈ എല്ലാ ന്യൂട്രിയൻസും ഇരിക്കുന്നത് ഈ യോക്കിൻ്റെ അകത്താണ്. ഓക്കെ, അപ്പോൾ ഈ വൈറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി പ്രോട്ടീൻ മാത്രമാണ്. ഈ യോക്കിൻ്റെ അകത്താണ് എല്ലാ ന്യൂട്രിയൻസും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ യോക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം മിസ് ഔട്ട് ആവും. പിന്നെ ഒരിക്കലും എഗ്സിലെ കൊളസ്ട്രോളിനെ പേടിക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ ഗുഡ് കൊളസ്ട്രോൾ. ഈ കൊളസ്ട്രോൾ നമ്മുടെ ഹോർമോണൽ ഫംഗ്ഷനും സെൽസിൻ്റെ മൈറ്റോകോൺഡ്രിയൽ ഫംഗ്ഷനും എല്ലാം ആവശ്യമായിട്ടുള്ളതാണ്. അപ്പം എഗ് യോക്ക് ഒഴിവാക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ റീൽ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.